എല്ലാ അമൃതാത്മാക്കൾക്കും നമസ്കാരം. 38ാമത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണമാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അഹന്ത മമതകൾ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കൂ എന്ന കർമ്മയോഗത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ അർജുനൻ്റെ ശോകമോഹകലുഷിതമായിരിക്കുന്ന സ്ഥിതിയെ നീക്കുന്നതിനായി തീർത്തും ലൗകികമായ ന്യായമാണ് സ്വധർമ്മമപി ചാപേക്ഷ്യ എന്ന് തുടങ്ങുന്ന 31ാം ശ്ലോകം മുതൽ 37ാം ശ്ലോകം വരെ പറഞ്ഞത്. അല്ലാതെ ഈ പറയപ്പെട്ട ഭാഗം ശാസ്ത്രതാത്പര്യത്തെ മുൻനിർത്തി ചെയ്യപ്പെട്ട ഭാഗമല്ല. ഇവിടെ പ്രകൃതത്തിൽ മുഖ്യമായി ഉപദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് നാം ശ്രദ്ധിച്ചു. അത് ആത്മതത്വോപദേശമാണ്, ബ്രഹ്മവിദ്യ ഉപദേശമാണ്, അത് പാരമാർത്ഥിക ദർശനമാണ്. അശോച്യാനന്വശോചസ്ത്വം എന്നാരംഭിച്ച 11ാം ശ്ലോകം മുതൽ ന ത്വം ശോചിതുമർഹസി എന്നവസാനിച്ച 30ാം ശ്ലോകം വരെയുള്ള ഉപദേശമാണത്. ആ ആത്മയാഥാത്മ്യോപദേശത്തെ ഇവിടെ യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിഃ, നിനക്കായിക്കൊണ്ട് പറയപ്പെട്ടത് സാംഖ്യത്തിലുള്ള ബുദ്ധിയാകുന്നു എന്ന് ഉപസംഹരിക്കുകയാണ്. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിഃ എന്ന് പറഞ്ഞ ഉടൻ യോഗേ ത്വിമാം ശൃണു, യോഗത്തിലുള്ളതിനെ ഇപ്രകാരം കേട്ടുകൊള്ളൂ എന്ന് പറയുന്നുമുണ്ട്. ഇങ്ങനെ സാംഖ്യബുദ്ധി യോഗബുദ്ധി എന്ന് വേർതിരിച്ചുപദേശിക്കുന്നത് ശാസ്ത്ര വിഷയ വിഭാഗ പ്രദർശനത്തിനായിട്ടാണ്. നമുക്കറിയാം, വേദോക്തമായ ധർമ്മം രണ്ടാണ്. ഒന്ന് പ്രവൃത്തി, രണ്ട് നിവൃത്തി. ഈ രണ്ട് കൈവഴികളിലാണ് ഇത് നിലകൊള്ളുന്നത്. ഇതിനെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞു. ഇതിനെ തന്നെയാണ് യോഗം, സാംഖ്യം, കർമ്മനിഷ്ഠ, ജ്ഞാനനിഷ്ഠ തുടങ്ങിയ വിവിധ പദങ്ങളെ കൊണ്ട് പറയുന്നത്. ഇവിടെ യോഗം എന്നത് കർമ്മയോഗം, സാംഖ്യം എന്നത് ജ്ഞാനയോഗം, അതാണ് കർമ്മനിഷ്ഠ. രണ്ടാമത്തേത് ജ്ഞാനനിഷ്ഠ. ഏതായാലും സാംഖ്യം, യോഗം, അതായത് നിവൃത്തി, പ്രവൃത്തി എന്നിങ്ങനെയുള്ള ശാസ്ത്രത്തിലെ വിഷയദ്വയത്തെ വിഭജിച്ച് പ്രദർശിപ്പിക്കുകയാണ് ഈ വാക്യത്തിലൂടെ ചെയ്യുന്നത്. സ്വധർമാനുഷ്ഠാന വേളയിൽ മനസ്സിനെ സമനില അഭ്യസിപ്പിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെ സമനില അഭ്യസിച്ചാൽ എങ്ങനെയാണ് പാപമില്ലാതാകുന്നത്? അർജുനന് തോന്നാവുന്ന ഈ സംശയങ്ങൾക്ക് വിശദമായ മറുപടി നൽകാൻ ഒരുമ്പെടുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകം മുതൽ. 39 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങൾ ജ്ഞാനം സാക്ഷാത്കരിക്കാനുള്ള ഉപായമായ യോഗത്തിൻ്റെ, അതായത് കർമ്മയോഗത്തിൻ്റെ മാഹാത്മ്യവും സ്വരൂപവും വിവരിക്കുന്നവയാണ്. ശാസ്ത്രത്തിലെ നിഷ്ഠാദ്വയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ശ്ലോകം കൂടിയാണ് 39ാമത്തെ ശ്ലോകം. 3ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഇനി പറയാൻ പോകുന്നുണ്ട്, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഹേ അനഘ, ലോകത്തിൽ 2 നിഷ്ഠകൾ പണ്ടേ തന്നെ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. ജ്ഞാനയോഗത്താൽ സാംഖ്യരുടെയും കർമ്മയോഗത്താൽ യോഗികളുടെയും നിഷ്ഠകളാണവ എന്ന് ശാസ്ത്രവിഷയ വിഭാഗത്തിൽ പറയാൻ പോകുന്നുണ്ട്. അതിനെ വിസ്തൃതമായി വിഭജിച്ച് ഉപദേശിക്കാനും പോകുന്നുണ്ട്. ആ ശാസ്ത്രം സുഖമായി ഉപദേശിക്കപ്പെടാനും കേൾക്കുന്ന ശിഷ്യർക്ക് സുഖമായി ധരിക്കാനുമൊക്കെ ഉതകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ആ വിഭാഗം സ്പഷ്ടമായി ഒന്ന് സൂചിപ്പിക്കുന്നത്. 39ാമത്തെ ശ്ലോകം. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഇതിൻ്റെ പദച്ഛേദം ആദ്യത്തെ വരിയിൽ യേഷാ തേ വിഹിതാ സാംഖ്യേ, തേഭിഹിത, യേഷാ തേ അഭിഹിത സാംഖ്യേ. അടുത്ത പാദത്തിൽ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു, അതിലുള്ള പദങ്ങൾ
ബുദ്ധിഹി യോഗേ തു ഇമാം ശൃണു. ശ്രദ്ധിക്കുക, ബുദ്ധിർയോഗേ, ബുദ്ധിഹി യോഗേ. ത്വിമാം, തു ഇമാം, ത്വിമാം ശൃണു, അതൊരു പദം. ബുദ്ധിഹി യോഗേ തു ഇമാം ശൃണു. അടുത്ത വരി, ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ. അവിടെ ബുദ്ധ്യാ യുക്തോ എന്നുള്ളത് യുക്തഃ, യയാ പാർത്ഥ, അതങ്ങനെ തന്നെ. അടുത്ത വരി മാറ്റമില്ല. കർമ്മബന്ധം പ്രഹാസ്യസി, ആ പദങ്ങൾ അതുപോലെ തന്നെയാണ്. അന്വയവും അർത്ഥവും നോക്കാം. പാർത്ഥ, അല്ലയോ പാർത്ഥ. തേ, നിനക്ക്. അഭിഹിത, ഉപദേശിക്കപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട. ഏഷ, ഇത്. സാംഖ്യേ ബുദ്ധി, സാംഖ്യത്തിലുള്ള ബുദ്ധിയാണ്. യോഗേ തു ഇമാം ശൃണു, കർമ്മയോഗത്തിലുള്ളതാകട്ടെ ഇതിനെ കേട്ടുകൊള്ളൂ. യയാ ബുദ്ധ്യ, യാതൊരു ബുദ്ധിയാൽ. യുക്തഃ, യാതൊരു ബുദ്ധിയാൽ ചേർന്നവനായിട്ട് അല്ലെങ്കിൽ സമർത്ഥനായിട്ട്. കർമ്മബന്ധം പ്രഹാസ്യസി, കർമ്മബന്ധത്തെ നീ ഉപേക്ഷിക്കും. അല്ലയോ അർജുന, എന്നാൽ ഇതുവരെ പറയപ്പെട്ടത് സാംഖ്യത്തിലുള്ള ബുദ്ധിയാണ്. യോഗബുദ്ധിയെ ഇനി കേട്ടുകൊള്ളൂ. ഈ ഉപദേശിക്കാൻ പോകുന്ന യോഗബുദ്ധിയോട് ചേർന്നവനാകയാൽ നീ കർമ്മബന്ധത്തെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അതിക്രമിക്കും. അർജുന, സാംഖ്യ സിദ്ധാന്തമനുസരിച്ചുള്ള ആത്മതത്വോപദേശമാണ് നിനക്ക് ഇതുവരെ ഉപദേശിച്ചത്. 30-ാമത്തെ ശ്ലോകം വരെ, 11 മുതൽ 30-ാമത്തെ ശ്ലോകം വരെ. ചിത്തശുദ്ധി തികഞ്ഞിട്ടില്ലാത്ത നിനക്ക് അത്തരം ഉപദേശങ്ങൾ അനുഷ്ഠാനത്തിൽ വരുത്താൻ വിഷമമുണ്ട്. അതുകൊണ്ട് കർമ്മയോഗത്തെപ്പറ്റി നിന്നെ കേൾപ്പിക്കാം. നിന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ആവശ്യവും. കർമ്മം ജന്മരൂപമായ ബന്ധമുണ്ടാക്കുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ബന്ധമുണ്ടാകാത്ത വിധം കർമ്മയോഗം സാധിക്കാനുള്ള മാർഗം പറഞ്ഞു തരാം, കേൾക്കൂ. അർജുന, ആത്മാവിൻ്റെ അനശ്വരതയും ദേഹത്തിൻ്റെ നാശസ്വഭാവവുമെല്ലാം ശ്രുതിയുക്തി ദൃഷ്ടാന്ത സഹിതം നിനക്ക് സവിശേഷമായി പറഞ്ഞു തന്നു. എന്നാൽ ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരമാർത്ഥ ജ്ഞാനത്തെ ജീവിതവുമായി എങ്ങനെ കൂട്ടിയിണക്കണമെന്ന് നിനക്കറിവില്ല. അതായത് ആത്മാവ് നാശമില്ലാത്തതാണെന്നറിഞ്ഞാൽ മാത്രം പോരാ, തനിക്ക് ലഭ്യമായ അറിവ് വെച്ചുകൊണ്ട് എങ്ങനെ ജീവിതം നയിക്കണമെന്നുകൂടി അറിയണം. ആ അറിവ് കൊണ്ടേ കർമ്മബന്ധം ബാധകമാവാതിരിക്കുകയുള്ളൂ. ഇതുവരെ ഉപദേശിച്ച സാംഖ്യബുദ്ധി അർജുനനെ സംബന്ധിച്ചിടത്തോളം വെറും സിദ്ധാന്തമായി അവശേഷിക്കുന്നേയുള്ളൂ. അത് സാക്ഷാത്കരിച്ച് അനുഭവിക്കാൻ എന്താണ് മാർഗം? 2 മാർഗങ്ങളാണുള്ളത്. 1 പ്രവൃത്തി മാർഗവും 2 നിവൃത്തി മാർഗവും. ലൗകിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്യാസാശ്രമം സ്വീകരിച്ച് അധിക സമയവും ബ്രഹ്മാഭ്യാസത്തിലേർപ്പെട്ട് സാക്ഷാത്കാരം നേടാം. അതാണ് സാംഖ്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം. പരമാർത്ഥ തത്വത്തെ ബോധിക്കാനുതകുന്ന വിചാരരീതിയാണ് സാംഖ്യം. അതാണ് ശോകമോഹസങ്കുലമായ സംസാരത്തിൽ നിന്ന് നമ്മെ കരകയറ്റുന്ന സാംഖ്യജ്ഞാനം. അതിനെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. സാംഖ്യബുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗം നേടാൻ യത്നിക്കുന്നതാണ് സാംഖ്യയോഗം. എന്നാൽ കർമ്മവാസന ബലമായി നിലനിൽക്കുന്ന ഭരണാധികാരികൾക്കും മറ്റു ഗൃഹസ്ഥന്മാർക്കും തത്വവിചാരത്തിനും ബ്രഹ്മാഭ്യാസത്തിനും ബുദ്ധിയും സമയവും തന്നെ നന്നേ കുറവായിരിക്കും. അവർ സിദ്ധാന്തപരമായി ആത്മതത്വം ഉൾക്കൊണ്ട ശേഷം വിട്ടുവീഴ്ചയില്ലാതെ സ്വധർമാനുഷ്ഠാനത്തിൽ ഏർപ്പെടുകയും സ്വധർമ്മം അനുഷ്ഠിക്കവേ തന്നെ മനസ്സിനെ സമനില അഭ്യസിപ്പിച്ച് യോഗം നേടുകയും വേണം. ഇതാണ് കർമ്മയോഗം.
മനസ്സിന് സമനില വർദ്ധിച്ച് യോഗാനുഭവം ബലവത്തരമാകുന്നതോടെ ആത്മസാക്ഷാത്കാര രൂപത്തിലുള്ള ജ്ഞാനത്തിൽ കർമ്മയോഗികളും എത്തിച്ചേരുന്നു. തുടർന്ന് അവരും കർമ്മബന്ധ വിമുക്തരായിത്തീരും. കർമ്മയോഗമെന്നത് ജ്ഞാനയോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ്. അർജുനൻ യുദ്ധവാസന കൊണ്ട് കർമ്മബദ്ധനാണ്. അതുകൊണ്ട് ആത്മബോധത്തോടൊപ്പം സ്വധർമാനുഷ്ഠാനത്തോടെ കർമ്മയോഗമഭ്യസിച്ച് കർമ്മവിമുക്തി നേടാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. ഈ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം കൊണ്ട് വേദശാസ്ത്രവിഹിതമായ മാർഗദ്വയത്തെ വിഭജിച്ച് കാണിക്കുന്നു. രണ്ടാം പാദത്താൽ സാധനാമാർഗപ്രവൃത്തിക്കായി സാധകനെ പ്രചോദിപ്പിക്കുന്നു. ഇതുവരെ എന്നാൽ നിനക്കായി പറയപ്പെട്ടത് സാംഖ്യത്തിലുള്ള ബുദ്ധിയാണ്. യേഷാ തേ സാംഖ്യേ ബുദ്ധി അഭിഹിത. ഈ അധ്യായത്തിൽ ആരംഭിച്ച 11-ാം ശ്ലോകം മുതൽ 30-ാം ശ്ലോകം വരെ ഉപദേശിക്കപ്പെട്ടതിനെയാണ് ഇവിടെ സാംഖ്യബുദ്ധി എന്ന് പറഞ്ഞത്. സാംഖ്യത്തിൽ എന്നതിനെ പരമാർത്ഥ വസ്തു വിവേക വിഷയത്തിൽ എന്നാണ് ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് പരമാർത്ഥമായ ആത്മതത്വത്തെ വിവേചിച്ച് ധരിക്കുക എന്നതാണ് സാംഖ്യം. സമ്യക് ഖ്യായത്തെ ആത്മാ ഇതി സാംഖ്യം. നല്ലപോലെ ആത്മാവ് അറിയപ്പെടുന്നത്, പഠിക്കപ്പെടുന്നത് തന്നെ സാംഖ്യം, ആത്മജ്ഞാനം എന്നർത്ഥം. ദൃശ്യപ്രപഞ്ചത്തിൽ ബന്ധിക്കപ്പെടാതെ അതിൻ്റെ അടിസ്ഥാനമായ സത്യസ്വരൂപത്തെ അവധാരണം ചെയ്യുന്നത് തന്നെയാണ് ആത്മജ്ഞാനം. ഈ സാംഖ്യം അല്ലെങ്കിൽ ജ്ഞാനം മാത്രമാണ് സംസാര നിവൃത്തിക്ക് കാരണമെന്ന് ധരിക്കണം. ആത്മജ്ഞാനമാണ് മോക്ഷം. അതാണ് ഭഗവാൻ ഭാഷ്യകാരൻ ജ്ഞാനം സാക്ഷാത് ശോകമോഹാദി സംസാരഹേതു ദോഷ നിവൃത്തി കാരണം എന്ന് പറയുന്നത്. ജ്ഞാനം സാക്ഷാത് ശോകമോഹാദി സംസാരഹേതു ദോഷ നിവൃത്തി കാരണം. ശോകമോഹാദിയായ സംസാരത്തിൻ്റെ ഹേതുദോഷത്തെ പൂർണ്ണമായും നിവൃത്തമാക്കുന്നതിന് ഉപായം സാക്ഷാത് ആത്മജ്ഞാനം തന്നെ. അവിദ്യാകൽപിതമായ മമത്വമാണ് ശോകമോഹങ്ങൾക്ക് ഹേതുവാകുന്നതിലൂടെ സംസാര കാരണമാകുന്നത്. അത് വിദ്യയൊന്നുകൊണ്ട് മാത്രമേ അതിൻ്റെ അടിസ്ഥാന കാരണത്തോടുകൂടി നീങ്ങുകയുള്ളൂ. അവിദ്യയും തത്കാര്യമായ സംസാരവും നീങ്ങുക എന്നത് കർമ്മബന്ധനം വിടുന്നത് തന്നെയാണ്. ആത്മജ്ഞാനിക്ക് യാതൊരു വിഹിത കർമ്മവുമില്ല. ഈ വിഷയം നേരത്തെയും സൂചിപ്പിച്ചതാണ്. സാംഖ്യനായ ആത്മജ്ഞാനിക്ക് യാതൊരു കർമ്മവുമില്ലെന്നത് ശരി തന്നെ. എന്നാൽ അത് സാക്ഷാത്കരിക്കുന്നതിനായി ചിത്തശുദ്ധിയെ അപേക്ഷിക്കുന്ന സാധകന് അല്ലെങ്കിൽ ജിജ്ഞാസുവിന് അനുഷ്ഠേയങ്ങളുണ്ട്. സാംഖ്യപ്രാപ്തിക്കായുള്ള ആ ഉപായത്തെയാണ് യോഗം എന്ന് പറയുന്നത്. അതായത് സാംഖ്യപ്രാപ്തിക്കായുള്ള ഒരു മാർഗമാണ് കർമ്മയോഗം. സാംഖ്യം എന്നത് സർവകർമ്മ സന്യാസ ലക്ഷണമാണ്. കർമ്മയോഗം എന്നത് കർമാനുഷ്ഠാന ലക്ഷണവും. കർമ്മയോഗം എന്നത് സാംഖ്യപ്രാപ്തിക്ക് ഉപായമാണ്. ആ കർമ്മയോഗം എന്നത് നിസ്സംഗതയോടെ സർവദ്വന്ദ്വങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരാരാധനാപരമായി കർമ്മം ചെയ്യുക എന്നതാണ്. ഞാൻ ഇതിൻ്റെ കർത്താവ്, ഇതിൻ്റെ ഭോക്താവ്, ഇതിൻ്റെ ഫലം എനിക്ക് എന്നീ അഹങ്കാര മമത്വങ്ങളാണ് കർമ്മബന്ധനത്തിന് കാരണം. അല്ലാതെ നമ്മെ ബന്ധിക്കാൻ കർമ്മത്തിനാവില്ല. ഇപ്രകാരമുള്ള അഹങ്കാര മമത്വ ബന്ധങ്ങളെ ആത്മയാഥാത്മ്യ വിചാരം കൊണ്ടും സർവേശ്വര ഭാവന കൊണ്ടും അതിക്രമിക്കാൻ പരിശ്രമിക്കുന്നതിലൂടെ കർമ്മത്തിൽ നിസ്സംഗഭാവം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലമായുണ്ടാകുന്ന സുഖദുഃഖ ലാഭാലാഭമാനാപമാനാദി ദ്വന്ദ്വങ്ങൾ കർത്താവിനെ ബാധിക്കുന്നില്ല. ഇപ്രകാരം നിസ്സംഗതയോടെ ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഈശ്വര സമർപ്പണ ഭാവത്തിൽ സ്വകർമ്മത്തെ ചെയ്യുന്നതാണ് കർമ്മയോഗം.
ഈശ്വരാർപ്പണ ഭാവത്തിൽ നിഷ്കാമമായി കർമ്മമനുഷ്ഠിക്കുക. സർവകർമ്മങ്ങളും തന്നെ സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ഭാഗമാണെന്നും ഈശ്വരേച്ഛയാലാണ് എല്ലാം പ്രചലിക്കുന്നതെന്നും ധരിക്കുന്നതിലൂടെ ഈശ്വരാർപ്പണ ബുദ്ധി നമുക്കുണ്ടാകും. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീഥാഹ മാ ഗൃധ കസ്യ സിദ്ധനം. വന്നും പോയും ഇരിക്കുന്ന ഈ ജഗത്ത് ഈശനാൽ നിറയപ്പെട്ടിരിക്കുന്നു. സർവവും ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു. ഈശാവാസ്യോപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകമാണിത്. രണ്ടാമത്തേതിൽ കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ശ്ലോകമാണ്. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ ഏവം ത്വയി നാന്യഥേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ. കർമ്മമിങ്ങനെ ചെയ്തിട്ട് ഇച്ഛിച്ഛോ 100 വത്സരം ഇതേ ഗതിയായുള്ളു വേറെ ഇല്ലൊരു മാർഗവും. ആത്മസായുജ്യമെത്തുവാൻ അല്ലെങ്കിൽ ഹേ നര കർമ്മം നിന്നെ സംസാരത്തിൽ ഉലച്ചിടും. ഹേ മനുഷ്യ, ഈ ലോകത്തിൽ ഇങ്ങനെ നീ കർമ്മം ചെയ്തിട്ട് ഒരു 100 സംവത്സരം ജീവിക്കുവാൻ ഇച്ഛിക്കുക. കർമ്മം നിന്നെ ബന്ധിക്കാതിരിക്കണമെങ്കിൽ ഈ മാർഗം ഏൽക്കുകയല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. എല്ലാം ഈശ്വരൻ്റെയാണെന്നറിഞ്ഞ് കർമ്മം ചെയ്താൽ കർമ്മബന്ധം വരില്ലെന്നും അതല്ലാതെ ആത്മസായുജ്യം എത്തുവാൻ വേറെ വഴിയില്ലെന്നും ഇവിടെ പറയുന്നു. ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യുക. ഇപ്രകാരം സ്വധർമ്മം കർമ്മയോഗമായി അനുഷ്ഠിക്കുമ്പോൾ ക്രമമായി നമ്മുടെ അന്ധഃകരണം കൂടുതൽ കൂടുതൽ ശുദ്ധവും സൂക്ഷ്മവുമായി വരും. ചിത്തശുദ്ധി കൈവരും. അങ്ങനെ വിവിധ ദിശകളിൽ പരക്കം പായുന്ന ചിത്തവൃത്തികൾ പൂർണ്ണമായും ഉപശമിച്ച് നിയന്ത്രിതമായി ഏകമായ സദധിഷ്ഠാനത്തിൽ നിലകൊള്ളുന്ന സമാധിയിലേക്ക് സാധകനെ നയിക്കുമെന്നതിനാൽ ഈ യോഗം തന്നെ സമാധിയോഗം. ലക്ഷ്യമായ സാംഖ്യത്തെ ഉപദേശിച്ച ശേഷം മാർഗമായ യോഗത്തെ, അതായത് കർമ്മയോഗത്തെ ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. ഭഗവാൻ തന്നെ തുടർന്ന് കർമ്മയോഗത്തെ വിസ്തരിച്ചുപദേശിക്കുന്നതിനാൽ ഇവിടെ അധികം വിസ്തൃതമായി പറയുന്നില്ല. ഏതായാലും ആയത്തിലേക്ക് യോഗബുദ്ധിയെ ശ്രദ്ധിക്കുന്നതിനായി ശിഷ്യനെ പ്രേരിപ്പിക്കുകയാണ് തുടർന്ന് ഗുരു ചെയ്യുന്നത്. ഈയൊരു യോഗബുദ്ധിയോട് ചേർന്നാൽ കർമ്മബന്ധത്തെ അതിക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അനുഷ്ഠാനശാസ്ത്രം ശ്രവിച്ച് മനനം ചെയ്ത് ബോധിച്ചാലേ ശരിയായി അനുഷ്ഠിക്കാനാവൂ. അതിനായി ആദ്യം താത്വികമായി യോഗം എന്തെന്നറിയണം, കർമ്മയോഗം എന്തെന്നറിയണം. ആ കർമ്മയോഗം അറിഞ്ഞനുഷ്ഠിക്കണം. ആ കർമ്മയോഗത്തെ അറിഞ്ഞനുഷ്ഠിച്ചാൽ കർമ്മബന്ധത്തെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അതിക്രമിക്കാം എന്നാണ് ഭഗവാൻ യോഗഫലത്തെ പറയുന്നത്. കർമ്മം തന്നെ ബന്ധം എന്നാണ് കർമ്മബന്ധത്തിനർത്ഥം. കർമ്മം തന്നെയാണ് ബന്ധനം. ശരിയാണ്, നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ജന്മങ്ങൾക്ക് ആധാരവും. ഉപാധികളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ തത്തതനുസൃതമായ സംസ്കാരം അന്ധകരണത്തിൽ പതിയുന്നു. അത് വാസനയായി പരിണമിക്കുന്നു. വാസനയ്ക്കനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരുന്നു. അതിനാൽ തന്നെ ജന്മങ്ങളിൽ നിന്ന് ജന്മാന്തരങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നു. ഇതുതന്നെയാണ് കർമ്മബന്ധനം. ഈ കർമ്മബന്ധനത്തെ തരണം ചെയ്യാനുള്ള ഉപായമാണ് കർമ്മയോഗം. എങ്ങനെയെന്നാൽ ഈശ്വരപ്രസാദ നിമിത്തജ്ഞാനപ്രാപ്തേ എന്ന് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു. ഈശ്വരപ്രസാദം സർവത്ര സദാ സർവഥാ ഉണ്ട്. എങ്കിലും അന്ധകരണത്തിലെ അജ്ഞാനാവരണങ്ങളാൽ നമുക്ക് ഇതറിയാനാവുന്നില്ല. സ്വകർമ്മം ഈശ്വരാർപ്പണ ഭാവത്തിൽ മമത്വരഹിതമായി അനുഷ്ഠിക്കപ്പെടുന്നതിനനുസരിച്ച് അജ്ഞാനാവരണങ്ങൾ ഓരോന്നായി നീങ്ങുകയും ഈശ്വരപ്രസാദം, അതായത് ആത്മപ്രസാദം സ്വാനുഭവമായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ആത്മജ്ഞാനം പ്രകാശിതമാവുന്നു. ഇപ്രകാരം ജ്ഞാനം പ്രകാശിക്കുമ്പോഴാകട്ടെ സർവകർമ്മബന്ധങ്ങളും ഇല്ലാതാകുന്നു. ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. പരാവരമായ ആത്മസ്വരൂപത്തിൽ ഇവൻ്റെ എല്ലാ കർമ്മങ്ങളും ക്ഷയിക്കുന്നു എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു.
ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ എന്ന് ഭഗവത്ഗീതയിൽ ഇനി പറയാനും പോകുന്നു. 4-ാം അധ്യായത്തിൽ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു എന്ന് ഭഗവാൻ പറയും. ഈ അർത്ഥത്തിൽ ബഹുശതം ശ്രുതിസ്മൃതി വാക്യങ്ങളുമുണ്ട്. ഇപ്രകാരം ഈശ്വരപ്രസാദത്താൽ കർമ്മബന്ധം ക്ഷയിച്ചു പോകുന്നു. അതിനായി സാഖ്യപ്രാപ്ത്യർത്ഥം നീ യോഗമാർഗത്തിൽ നിഷ്കാമമായി സ്വധർമ്മം ആചരിക്കുന്ന മാർഗത്തിൽ ചരിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഇവിടെ സാധകനെ സാധനാമാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കാനായി കർമ്മബന്ധക്ഷയം എന്ന മുക്തിഫലത്തെ ഭഗവാൻ പറഞ്ഞു. വീണ്ടും ശിഷ്യനെ പ്രേരിപ്പിക്കാനായി 40-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഭഗവാൻ. വാസനാബദ്ധരായി കർമ്മമാർഗത്തിൽ അവശതയോടെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിൻ്റെ സമനില അഭ്യസിക്കലെന്ന ആ യോഗ പരിശീലനം അത്ഭുതകരമായ ഫലമുളവാക്കുമെന്ന് കാട്ടി യോഗത്തെ സ്തുതിക്കുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ. ഇത് അടുത്ത ഭാഗത്തിൽ ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം.